ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് സക്സസ്ഫുൾ ആയിട്ട് നമ്മളുടെ പൈത്തൺ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പൈത്തൺ കോഡിങ് ചെയ്യാൻ നമ്മൾ നേരത്തെ നോക്കിയ ഐഡിലല്ലാതെ VS കോഡ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറും കൂടെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ് പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്തു, ഗൂഗിളിൽ വന്നു, സെർച്ചിൽ വന്നിട്ട് ഞാൻ എന്ത് പറഞ്ഞു, ഡൗൺലോഡ് VS കോഡ് എന്ന് പറഞ്ഞു ഫോർ വിൻഡോസ്. ഇനി എന്താണ് VS സ്റ്റുഡിയോ കോഡ്, ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏതാണോ വെർഷൻ വേണ്ടത്, വിൻഡോസ് 10 ആണോ എങ്കിൽ 10, 11 യൂസ് ചെയ്യുന്നവർക്ക് 11, അതുപോലെ തന്നെ ലിനക്സ് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് വേർഷൻസ്, മാക് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് വേർഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് സെലക്ട് ചെയ്യാം. ഞാൻ എന്താണ് വിൻഡോസ് യൂസ് ചെയ്തു. വിൻഡോസ് യൂസ് ചെയ്തിട്ട് ഞാൻ എന്ത് പറഞ്ഞു, താങ്ക്സ് ഫോർ അതിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ അത് ഡൗൺലോഡ് ആവും, VS കോഡ് യൂസർ സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ട്. ഇത് കംപ്ലീറ്റ് ആയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. സോ ജസ്റ്റ് നമ്മളത് ഡൗൺലോഡ് ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. സോ എന്താണ്, നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ്, ഈ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എവിടെയാണോ ഡൗൺലോഡ് ആയിട്ടുള്ളത് അവിടെ എന്ത് ചെയ്യും, ആ ഒരു വിൻഡോ ഓപ്പൺ ആവും. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇത്തരത്തിലുള്ള ഒരു ഐക്കണും ഇവിടെ എന്താണ് അതിൻ്റെ ഒരു EXE ഫയലും കാണാൻ വേണ്ടി പറ്റും. ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് ഒരു മെസ്സേജ് ചോദിക്കും. സോ ഐ ആക്സെപ്റ്റ് ദ എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്താണ് നെക്സ്റ്റ് കൊടുക്കുക. ക്രിയേറ്റ് ഡെസ്ക്ടോപ്പ് ഐക്കൺ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡെസ്ക്ടോപ്പ് ഐക്കൺ കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, നെക്സ്റ്റ് പറഞ്ഞു. ഞാനിതിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാളിന് ഉള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മെഷീൻ നിങ്ങളൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ഐക്കൺ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിലുണ്ടാവും. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ VS കോഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിട്ടുള്ള ഒരു വിൻഡോ ആണ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റുക. ഇനി എന്താണ്, നമ്മൾ ഇതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ പൈത്തൺ നമ്മൾ ഓരോന്നും പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളെ പൈത്തൻ്റെ പ്രോഗ്രാമിംഗ് ക്ലാസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോഗ്രാം എഴുതുന്നത് ഈ ഒരു VS കോഡിലായിരിക്കും. സോ നമുക്ക് എങ്ങനെ VS കോഡിൽ നമ്മളൊരു പ്രോഗ്രാം എഴുതി എങ്ങനെ റൺ ചെയ്യാം, എങ്ങനെ ഔട്ട്പുട്ട് എടുക്കാം എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി ഗൈസ് ഇങ്ങനെ ഓപ്പൺ ആയതിനു ശേഷം നമുക്കിവിടെ ഒരു വെൽക്കം സ്ക്രീൻ ഇട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇതിനെ ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് ഇവിടെ ഗിറ്റബ് ആക്ഷൻസ് അല്ല, നമുക്ക് എന്ത് ചെയ്യാം, യെസ് ഇവിടെ എന്ത് ചെയ്യാം, എക്സ്റ്റൻഷൻസ്, ഇവിടെ എക്സ്റ്റൻഷൻസ് എന്ന് പറയുന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഈ രീതിയിലൊരു വിൻഡോ ഇവിടെ കിട്ടുന്നതായിരിക്കും. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, പൈത്തൺ എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈത്തണിൻ്റെ എക്സ്റ്റൻഷൻ നമ്മളുടെ VS കോഡിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ നമുക്ക് അത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. പൈത്തൺ ലാംഗ്വേജ് സപ്പോർട്ട് വിത്ത് എക്സ്റ്റൻഷൻ ആക്സസ് പോയിന്റ്സ് ഫോർ ഇൻ്റലിജൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. മൈക്രോസോഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് ഇൻസ്റ്റാളിങ് കാണും. ഈ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ഗൈസ്, നമുക്ക് എന്താണ് നമ്മളുടെ പൈത്തണിൻ്റെ എക്സ്റ്റൻഷൻ നമ്മളുടെ VS കോഡിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ സക്സസ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടും, ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് പൈത്തൺ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ പൈത്തൺ എഴുതാനുള്ള ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് എന്താണ്, നമ്മളുടെ എഴുതിയിട്ടുള്ള പൈത്തൺ കോഡിനെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്റ്റൻഷൻ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും നമ്മുടെ എക്സ്റ്റൻഷൻ മാനേജറിൽ വന്നിട്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ഞാൻ എന്താണ് കോഡ് റണ്ണർ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തു. കോഡ് റണ്ണർ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ഡോട്ട് റൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐക്കൺ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. സെയിം നമ്മൾ മുന്നേ പൈത്തൺ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്ത പോലെ തന്നെ ഇതിലും ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ട്രസ്റ്റ് പബ്ലിഷർ ആൻഡ് ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഈ ഒരു മെസ്സേജ് ബോക്സിൽ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കും. സോ ഗൈസ് എന്താണ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കോഡ് റണ്ണർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ
ഈ ബട്ടൺ ഇൻസ്റ്റാളിംഗ് എന്നുള്ളത് മാറി ഡിസേബിൾ ആയിട്ട് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റി. ഞാൻ എന്ത് ചെയ്തു, ഇതിനെ ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ എക്സ്പ്ലോർ എന്ന് പറഞ്ഞിട്ട് നമ്മളെന്താണ് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് ഇവിടെ ഒരു ഫയൽ ന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയൽ ന്യൂ അല്ല, നമുക്ക് എന്താണ്, ഞാൻ ഓൾറെഡി ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫോൾഡറിന് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ഓപ്പൺ ചെയ്യാണ്. സോ ഞാൻ എന്ത് ചെയ്തു, ഓപ്പൺ ഫോൾഡർ എന്ന് പറഞ്ഞു. ആ ഫോൾഡറിനെ ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. D:, റഷീദിൽ, ഓട്ടീസിൽ, ട്രെയിനിങ്ങിൽ, ഡാറ്റ അനലറ്റിക്സിൽ, ഡാറ്റ ട്രെയിനിങ്ങിൽ എന്താണ് പൈത്തൺ എന്ന് പറയുന്ന ഫോൾഡറാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. ആ ഫോൾഡറിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ പൈത്തൺ പ്രോഗ്രാമിംഗ് നമ്മൾ എഴുതുന്നത്. സോ നമുക്ക് എന്താണ് ആ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വരും, സോ ട്രസ്റ്റ് ദ ഓതർ എന്ന് പറഞ്ഞ ഈ ഒരു ഇത് ക്ലിക്ക് ചെയ്തിട്ട് യെസ് ഐ ട്രസ്റ്റ് ദിസ് ഓതർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ വെൽക്കം വിൻഡോ ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ ഞാൻ ഇതിനെയും കൂടി എന്ത് ചെയ്യാണ്, ക്ലോസ് ചെയ്യാണ്. ഇനി നമ്മളെന്താണ് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ ആ ഫോൾഡർ സെലക്ട് ആയി, എവിടെയാണ് നമ്മൾ ഫോൾഡർ ഓപ്പൺ ആക്കിയത്, ആ ഫോൾഡർ സെലക്ട് ആയി. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഡെസ്ക്ടോപ്പിലോ D:, വേറെ ഇറ്റ് ഈസ് നിങ്ങളുടെ ഒരു ഫോൾഡറിൻ്റെ പേഴ്സണൽ ഫോൾഡറിൻ്റെ ഉള്ളിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യാം, ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഫയലിൽ പോയിട്ട് ഓപ്പൺ ഫോൾഡർ കൊടുത്തിട്ട് ഇപ്പോൾ ഡെസ്ക്ടോപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇവിടെ നിന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ വന്നിട്ട് നിങ്ങളുടെ ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യാം. നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിരിക്കും എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു ഫയൽ ക്രിയേറ്റ് ആകുന്നത്. ഇപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്നത് നമ്മളുടെ സെലക്ട് ചെയ്തിട്ടുള്ള ഈ പൈത്തൺ ഫോൾഡറിൻ്റെ ഉള്ളിലാണ്. ഇനി നമുക്കെന്താണ്, നമ്മളുടെ ഈ ഫോൾഡറിൻ്റെ ഉള്ളിൽ നമുക്കെന്താണ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ ഐഡിയലിൽ ക്രിയേറ്റ് ചെയ്തില്ലേ ഒരു ഫയൽ, സോ അത് സെയിം അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നമ്മളുടെ ഞാനെന്ത് പറയാണ് ഫസ്റ്റ് class.py, അതിൻ്റെ എക്സ്റ്റൻഷൻ എപ്പോഴും py എന്ന് തന്നെ ആയിരിക്കണം. ഫയൽ നെയിം എന്ന് പറയുന്നതാണ് നമ്മളുടെ ഈ ഡോട്ടിൻ്റെ ഇപ്പുറത്തുള്ള സാധനം, ലെഫ്റ്റ് സൈഡിലുള്ളത് ഫയൽ നെയിമും. ഈ ഡോട്ട് കഴിഞ്ഞിട്ട് വരുന്ന സംഭവത്തിന് നമ്മൾ എക്സ്റ്റൻഷൻ എന്ന് പറയും. എക്സ്റ്റൻഷൻ എപ്പോഴും എന്തായിരിക്കണം, py എന്നായിരിക്കണം. ഞാൻ എൻ്റർ പ്രസ് ചെയ്തപ്പോൾ നമുക്ക് എന്താണ് pyയിൽ കോഡ് ചെയ്യാനുള്ള ഒരു കോഡ് വിൻഡോ ഓപ്പൺ ആയി. ഇവിടെ നമ്മളുടെ ഐഡിയൽ ചെയ്ത പോലെ തന്നെ പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താണ് ഓപ്പണിംഗ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഡബിൾ കോട്ട്സ് ഇട്ടിട്ട് ഞാൻ എന്ത് പറഞ്ഞു, ഹലോ വേൾഡ് എന്ന് പറഞ്ഞു. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ റൺ ചെയ്യാം എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം, ഇത് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. ഫയലിൽ പോവുക, സേവ് ചെയ്യുക. അല്ലെങ്കിൽ എന്താണ് കീബോർഡിൽ കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് എസ് പ്രസ് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സേവ് കാണാൻ വേണ്ടി പറ്റും. കോഡ് എഴുതിയിട്ട് സേവ് ചെയ്യാൻ ആരും മറക്കരുത്. സേവ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ കോഡ് എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യില്ല. സോ എന്തായാലും സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ക്രോസ് ബട്ടൺ ഇവിടെ കാണിക്കും. സേവ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈ ക്രോസ് ബട്ടൺ പകരം ഇവിടെ എന്തായിരിക്കും, വലിയ ഒരു ഡോട്ടായിട്ടാണ് കാണുക. അപ്പോൾ ആ ഡോട്ട് കണ്ടാൽ മനസ്സിലാക്കണം നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, സേവ് ചെയ്തിട്ടില്ല എന്നുള്ളത്. എൻ്റെത് എന്താണ്, എന്ത് നമ്മളതിൽ ടൈപ്പ് ചെയ്താലും ഓട്ടോ സേവ് ആണ്. സോ എനിക്ക് സേവ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രത്യേകം അതിനെ സേവ് ചെയ്യാൻ തന്നെ ശ്രമിക്കണം. അത് ഡബിൾ ചെക്ക് ചെയ്യണം നിങ്ങൾ കോഡ് റൺ ചെയ്യുന്നതിൻ്റെ മുന്നേ, ഇത് ഇവിടെ ക്രോസ് ബട്ടൺ ആണോ ഡോട്ടാണോ എന്നുള്ളത്. ഇനി നമുക്കെന്താണ്, നമ്മളുടെ കോഡ് എഴുതിയിട്ടുണ്ട്, നമ്മളതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, സേവ് ചെയ്തിട്ടുണ്ട്, കൺഫേം ആണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് റൺ കോഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. ഈ റൺ കോഡിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, റൺ പൈത്തൺ ഫയൽ എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെന്താണ് നമ്മളുടെ പൈത്തൺ ഫയൽ റൺ ചെയ്തതായിട്ട് നമ്മൾ കണ്ടു. ഇനി എന്താണ് ഇവിടെ നമ്മൾ എന്താണോ ഇവിടെ കൊടുത്തത് ആ ഒരു ഫയലിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഹലോ എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് എന്താണ്, തെറ്റാണ്. സോ അതിനെ ഞാൻ എന്ത് ചെയ്യാണ്, നമ്മളെന്ത് ചെയ്യാണ്, അതിനൊന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും സേവ് ആയിട്ടില്ല എന്നുള്ളത് കൺഫേം ആക്കി വീണ്ടും ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഔട്ട്പുട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ ഈ ഒരു സ്മോൾ ആരോ ബട്ടൺ, ഡൗൺ ആരോ ബട്ടൺ അല്ല, ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇങ്ങനെ എന്ത് ചെയ്യും, റൺ ചെയ്ത് കാണിച്ചു തരും. ഇനി എന്താണ് റൺ പൈത്തൺ ഫയൽ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും,
അതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെയും കാണാൻ വേണ്ടി പറ്റും. സോ 2 രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ സെലക്ട് ചെയ്തിട്ട് റൺ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് 2 രീതിയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റൺ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. സോ ഗൈസ്, നമ്മളുടെ ഫസ്റ്റ് പൈത്തൺ പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, VS കോഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിലെന്ത് ചെയ്തിട്ടുണ്ട്, അതിന് വേണ്ട എക്സ്റ്റൻഷൻസ് കൂടി ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മളുടെ ഫസ്റ്റ് കോഡ് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തിട്ടുണ്ട്. ഇനി ഗൈസ് നമുക്ക് എന്താണ്, നമ്മളുടെ ഐഡിയയിൽ നമ്മൾ കൊടുത്ത പോലെ തന്നെ ഞാൻ എന്ത് പറഞ്ഞു, ഇവിടെ A=5 എന്ന് പറഞ്ഞു, B=11 എന്ന് പറഞ്ഞു. ഇനി ഞാൻ എന്ത് പറയാണ്, പ്രിന്റ് A+B എന്ന് പറഞ്ഞു. A+B എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ വന്ന് റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, നമ്മളുടെ 16 എന്ന് പറഞ്ഞിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റി. സോ എവരിവൺ, നമ്മൾ സക്സസ്ഫുള്ളി നമ്മളുടെ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തു, നമ്മളുടെ IDE ആയിട്ടുള്ള നമ്മുടെ VS കോഡ് ഇൻസ്റ്റാൾ ചെയ്തു, അതിനാവശ്യമായിട്ടുള്ള എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്തു, നമ്മളുടെ ഫസ്റ്റ് പൈത്തൺ കോഡ് എഴുതി അതിനെ റൺ ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും ഇത് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റലേഷനിലോ കോഡ് റൺ ചെയ്യുന്നതിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് ചെയ്യാം. ഞാൻ എന്താണ് അവൈലബിൾ ആകുന്ന സമയത്ത് നിങ്ങളുടെ ഡയറക്റ്റ് കോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ താഴെ മെസ്സേജ് തന്നിട്ടോ നിങ്ങൾ എന്ത് ചെയ്യും, ആ ഒരു ബഗ് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.